നമ്മുടെ അടുത്ത സെഷൻ ഫെല്ലോഷിപ്പുകളെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്നതാണ്. ഇന്ത്യയിലെ നിരവധി ഫെല്ലോഷിപ്പുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഫെല്ലോഷിപ്പുകളുടെ ഒരു യോഗ്യത എന്ന് പറയുന്നത് ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾ ഡിഗ്രി കഴിയുക എന്നതാണ്. ഡിഗ്രിയുടെ അവസാന വർഷവും ആഫ്റ്റർ ഡിഗ്രിയും അതല്ലെങ്കിൽ 1-2-3 വർഷത്തെയൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കാണ് ഫെല്ലോഷിപ്പ് പ്രോഗ്രാമുകൾ നടക്കുന്നത്. ഫെല്ലോഷിപ്പ് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും മനസ്സിലേക്ക് വരിക PhD പോലെയുള്ള റിസർച്ച് പ്രോഗ്രാമുകൾക്ക് കിട്ടുന്ന ഫെല്ലോഷിപ്പാണ്. നമ്മളിവിടെ സംസാരിക്കുന്നത് ഫെല്ലോഷിപ്പ് പ്രോഗ്രാമുകളെ പറ്റിയാണ്, ഫെല്ലോഷിപ്പുകളെ പറ്റിയല്ല. ഫെല്ലോഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു വർക്ക് എക്സ്പീരിയൻസ് മോഡലായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. നമ്മളൊരു ജോലി ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷൻ തന്നിട്ട് നമ്മളെ കൃത്യമായി ഗൈഡ് ചെയ്യാനും നമ്മൾക്ക് ട്രെയിനിങ് തരാനും കൃത്യമായി മൊഡ്യൂളുകൾ പ്രൊവൈഡ് ചെയ്ത് നമ്മളുടെ ഒരു കോഴ്സ് എടുക്കുന്ന പോലെ നമ്മൾ ഇതിൻ്റെ ഒരു മിക്സായിട്ടാണ് ഞാൻ പറയാറുള്ളത്. ഒരു കോഴ്സാണെന്ന് പറയാം. കാരണം അവിടെ കുറേ ലീഡർഷിപ്പ് സ്കില്ലുകൾ ഉൾപ്പെടെ കുറേ ടെക്നിക്കൽ സ്കില്ലുകൾ ഉൾപ്പെടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സാധാരണ ഒരു കോഴ്സിൽ പോയാൽ പഠിക്കുന്നത് പോലെ ടെക്നിക്കൽ സ്കില്ലുകൾ ഉൾപ്പെടെ പഠിക്കുന്നു. ഇതൊരു ഇൻറ്റേൺഷിപ്പ് മോഡലാണെന്ന് പറയാം. കാരണം ഇൻറ്റേൺഷിപ്പിൽ സാധാരണ എന്താ സംഭവിക്കാറുള്ളത്, ഒരു കോഴ്സ് പഠിച്ച ആളുകൾക്ക് ഇപ്പോൾ ഡിഗ്രിയുടെ കൂടെ ഇൻറ്റേൺഷിപ്പ് നിർബന്ധമായിട്ട് വന്നേക്കാണ്. അപ്പോൾ ഒരു കോഴ്സ് പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരു കോഴ്സാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് കുറേ ട്രെയിനിങ് കൃത്യമായി കരിക്കുലം ഉണ്ട്, കരിക്കുലം പ്രകാരം തരുന്നതാണ്. മറ്റൊന്ന് ഇൻറ്റേൺഷിപ്പാണ്. ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ വർക്ക് എക്സ്പീരിയൻസ്, പ്രാക്ടീസ് ലഭിക്കുക എന്നുള്ളത്. നമ്മൾ പഠിക്കുന്ന തിയറിറ്റിക്കലായി പഠിച്ചത് നമ്മൾ പ്രാക്ടീസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു റിയൽ എക്സ്പീരിയൻസിലേക്ക്, റിയൽ ഇൻഡസ്ട്രിയിലേക്ക് പോയിട്ട് എക്സ്പീരിയൻസ് നേടുന്നതിന് നമ്മൾ ഇൻറ്റേൺഷിപ്പ് പറയും. അപ്പോൾ ഒരു കോഴ്സ് പ്ലസ് ഇൻറ്റേൺഷിപ്പ് കൂടിയാണ് സത്യത്തിൽ ഫെല്ലോഷിപ്പ് പ്രോഗ്രാമുകൾ എന്ന് പറയുന്നത്. അതിന് വ്യത്യാസം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും ഇൻറ്റേൺഷിപ്പുകൾ എന്ന് പറയുമ്പോൾ അതൊരു പർട്ടിക്കുലർ കോഴ്സിന് വേണ്ടിയിട്ട് മാത്രം പോകുന്നതായിരിക്കും. അതിൽ ഇപ്പോൾ ഒരു അക്കൗണ്ടിങ്ങിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഓഫീസിൽ അക്കൗണ്ടിങ് പഠിച്ച ആൾ എന്ത് ചെയ്യാണ്, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുക, അവിടുത്തെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യുക, അതിന് സൂപ്പർവൈസ് ചെയ്യാൻ ഒരാളുണ്ടാവും, നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സ് കാര്യങ്ങൾ നോക്കുന്നുണ്ടാവും. അത്രയാണ് ഇൻറ്റേൺഷിപ്പിൽ വരെ. പക്ഷേ ഫെല്ലോഷിപ്പ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഓക്കെ, പ്രധാനമായിട്ട് ഇപ്പോൾ ഈ ഫെല്ലോഷിപ്പ് പ്രോഗ്രാമുകൾ എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ഡൊമെയിനിൽ, എസ്പെഷ്യലി സോഷ്യൽ സെക്ടറിലുള്ള ഏതെങ്കിലും ഡൊമെയിൻ, സോഷ്യൽ സെക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഡെവലപ്മെൻ്റൽ ആയിട്ടുള്ളത്, ഇതിലേതെങ്കിലും ഒരു ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കൃത്യമായി നമ്മളുടെ ഒരു ലീഡർഷിപ്പ് നമുക്ക് പ്രകടിപ്പിക്കാൻ ഉള്ള ഒരു അവസരം നൽകലാണ്. ഇൻറ്റേൺഷിപ്പുകളെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു പേയ്മെൻറ്റ് നമുക്ക് ലഭിക്കാറുണ്ടാവും. ചിലപ്പോൾ പെയ്ഡ് അല്ലാത്ത ഇൻറ്റേൺഷിപ്പുകളുണ്ടാവും. ഫെല്ലോഷിപ്പ് പ്രോഗ്രാമുകൾ കൂടുതലും പെയ്ഡാണ്. പെയ്ഡ് ഫെല്ലോഷിപ്പ് ഏകദേശം ഒരു 15,000 പെർ മന്ത് മുതലാണ് മിനിമം ഒരു ഏതെങ്കിലും ഒരു ഫെല്ലോഷിപ്പിൻ്റെ സ്റ്റാർട്ട് ചെയ്യുക. 75,000 to 80,000 റുപ്പീസ് വരെയായിരിക്കും ഫെല്ലോഷിപ്പ് പ്രോഗ്രാം. വിവിധ ഫെല്ലോഷിപ്പ് പ്രോഗ്രാമുകളുണ്ട്. ഒരു 4-5 ഫെല്ലോഷിപ്പ് പ്രോഗ്രാമുകളെ ഞാൻ പരിചയപ്പെടുത്താം. അത്തരത്തിൽ ഏകദേശം കുറച്ച് ലിസ്റ്റും പരിചയപ്പെടുത്തി തരാം. അത്തരത്തിൽ ഒരുപാട് ഫെല്ലോഷിപ്പ് പ്രോഗ്രാമുകളുണ്ട്. ഇതിൽ വ്യത്യസ്തമായിരിക്കും, ഓരോ ഫെല്ലോഷിപ്പ് അനുസരിച്ചിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് കാര്യങ്ങൾ വ്യത്യാസമുണ്ടാവും. പ്രധാനമായിട്ടും ഒരു ഫെല്ലോഷിപ്പിലൂടെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിഗ്രിയൊക്കെ കഴിഞ്ഞു, ഞാനിനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എൻ്റെ ഒരു മേഖല കണ്ടെത്താനുണ്ട് എന്ന് കരുതാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോഴ്സാണ്, ലീഡർഷിപ്പ് പ്രോഗ്രാമും കൂടി ആയതുകൊണ്ട് തന്നെ കരിയർ തിരഞ്ഞെടുക്കുന്നിടത്തേക്ക് പോലും പലപ്പോഴും ഹെൽപ്ഫുൾ ആവുന്നത് ഈ ഫെല്ലോഷിപ്പുകൾ. നമുക്കൊരു സോഷ്യൽ സെക്ടറിലേക്കാണ് എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവണം. എനിക്ക് നാടിന് ഉപകാരമുള്ള ഒരു ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റി ചെയ്യണം എന്ന ഒരു ആഗ്രഹം എന്ത് ചെയ്യണം, ഈ ഫെല്ലോഷിപ്പ് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ട് എങ്കിൽ ഒരു സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പിലേക്കൊക്കെ എത്തിക്കുന്നതാണ് പല ഫെല്ലോഷിപ്പുകളും. ഞാൻ ഓരോ ഫെല്ലോഷിപ്പ് എക്സാമ്പിൾ പറഞ്ഞു പോകാം. ബേസിക്കലി ഇതിൻ്റെ ഒരു എലിജിബിലിറ്റി, യോഗ്യത എന്ന് പറയുന്നത് പലപ്പോഴും ഡിഗ്രി ലാസ്റ്റ് ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥികളാവണം, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവരാവണം, അതല്ലെങ്കിൽ മാക്സിമം ഒരു 3 മുതൽ 4 വരെ ഇയർ എക്സ്പീരിയൻസ്. അതായത് ഓരോ ഫെല്ലോഷിപ്പുകൾക്ക് വ്യത്യാസമുണ്ട്. എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കാണ് ഈ ഫെല്ലോഷിപ്പുകൾ പ്രൊവൈഡ് ചെയ്യുക. വയസ്സിലും ഒരു 20 വയസ്സ് മുതൽ 35 വയസ്സ് വരെയാണ് മോസ്റ്റ് ഓഫ് ദ ഫെല്ലോഷിപ്പിൻ്റെ യോഗ്യത വരെ. അപ്പോൾ 35 വയസ്സ് കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഒരു ഫെല്ലോഷിപ്പ് ഓപ്പർച്യൂണിറ്റി കിട്ടാറില്ല. ഓക്കെ, എൻ്റെ പേര് ഹുസൈൻ എന്നാണ്. ഞാൻ നേരത്തെ പരിചയപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു ഫെല്ലോഷിപ്പ് പ്രോഗ്രാം ചെയ്തതാണ്. ഞാൻ ആ ഫെല്ലോഷിപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അമേരിക്കൻ ഇന്ത്യ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഇന്ത്യയിലെ ഒരു ഫെല്ലോഷിപ്പ് പ്രോഗ്രാം നൽകുന്നുണ്ട്. ആ ഫെല്ലോഷിപ്പ് പ്രോഗ്രാം US ഇന്ത്യ ഒരു കൾച്ചറൽ കൊളാബറേഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഫെല്ലോഷിപ്പാണ്. US നിന്നുള്ള അമേരിക്കക്കാരായ കുറേ ആളുകൾ, കുറേ
ഇതേ യോഗ്യതയുള്ള 20 വയസ്സ് മുതൽ ഏകദേശം 33 വയസ്സ് വരെയാണ് ഇതിൻ്റെ ടൈം എന്ന് പറയുന്നത്. 33 വയസ്സ് വരെ പ്രായമുള്ള US സിറ്റിസൺസ് ആയിട്ടുള്ള ആളുകൾക്ക് ഇന്ത്യയിൽ വന്ന് താമസിച്ച് ചെയ്യാൻ കഴിയുന്നതാണ് ബെനിയൻ ഇമ്പാക്റ്റ് ഫെലോഷിപ്പ് എന്ന പേരുള്ള അമേരിക്കൻ ഇന്ത്യ ഫൗണ്ടേഷൻ നടത്തുന്ന ഫെലോഷിപ്പ്. ഈ ഫെലോഷിപ്പിൽ US നിന്നുള്ള കുറച്ച് ആളുകളുണ്ടാവും, ഇന്ത്യൻ സിറ്റിസണായ കുറച്ച് ആളുകൾ. ഈ 2 സിറ്റിസൺസിനാണ് ഇതിന് യോഗ്യതയുള്ളത്. ഇവർ 2 പേരും ഒരുമിച്ച് വർക്ക് ചെയ്യും ഏതെങ്കിലും ഡൊമൈനുകൾ. ചില ആളുകൾ ഹെൽത്ത് ഡൊമൈനിലായിരിക്കും, ചില ആളുകൾ എഡ്യൂക്കേഷൻ്റെ ഡൊമൈനിലായിരിക്കും, ചില ആളുകൾ പിന്നെ സാനിറ്റേഷൻ, വാട്ടർ, ഈ ഒരു ഏരിയയിലായിരിക്കും, ഡ്രിങ്കിങ് വാട്ടർ പോലുള്ള ഫെസിലിറ്റീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. ചില ആളുകൾ പോളിസി, ഗവേണൻസ് പോലെയുള്ള ഏരിയയിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഏരിയാസിലെല്ലാം ഫെലോഷിപ്പ് പ്രോഗ്രാം ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലേക്കുള്ള സെലക്ഷൻ എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ യോഗ്യത സിറ്റിസൺ ആവാന്നുള്ളതാണ്. രണ്ടാമത്തത് ഏജ് ക്രൈറ്റീരിയ ആണ്. മൂന്നാമത്തത് ഇവിടെ ഒരു ആദ്യം ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാവും. എല്ലാ ഫെലോഷിപ്പിലും ഇത് ഏകദേശം സെയിം ആണ്, സിമിലർ ആണ്. ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാവും. ഈ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ ഫോമിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒരു 5-6 എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസിൽ നിന്നും നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡിനെ അവർ മനസ്സിലാക്കും, നമ്മളുടെ ഒരു ഏരിയ മനസ്സിലാക്കും, നമ്മുടെ ഒരു സ്കിൽ ഓഫ് എക്സ്പെർട്ടൈസ് ഉണ്ടാവും, നമ്മൾ പഠിച്ചതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇൻട്രസ്റ്റ് ഏരിയ ഉണ്ടാവും. ഈ ഇൻട്രസ്റ്റ് ഏരിയ മനസ്സിലാക്കിയതിന് ശേഷം അവർ നമ്മൾ എന്ത് ചെയ്യും, അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടാവും. ഇൻ്റർവ്യൂവിൽ അഗെയിൻ ഇത് തന്നെയാണ് സംഭവിക്കുക. ഇൻ്റർവ്യൂവിൽ വരുന്ന ആളുകൾക്ക് എത്രത്തോളം ഇങ്ങനെയൊരു ഫെലോഷിപ്പ് പ്രോഗ്രാം, 10 മാസത്തെ ഫെലോഷിപ്പ് പ്രോഗ്രാമാണ് ഞാൻ ഈ പറയുന്നത്, 10 മന്ത് ഈ ഒരു ഫെലോഷിപ്പിൽ നിൽക്കാൻ സാധ്യതയുണ്ടോ, ഈ ഒരു ഫെലോഷിപ്പിലേക്ക് ഒരു സോഷ്യൽ മൈൻഡോട് കൂടിയിട്ട്, സോഷ്യൽ സെക്ടറിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന മൈൻഡോട് കൂടിയിട്ട് ഇവർ ഈ വരുന്ന ആളുകൾ, ഇൻ്റർവ്യൂവിന് വരുന്ന കാൻഡിഡേറ്റ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധ്യതയുള്ള ആളുകളാണോ, ആ മൈൻഡ് സെറ്റ് ഉള്ള ആളുകളാണോ എന്നതായിരിക്കും ഇൻ്റർവ്യൂവിൽ പരിശോധിക്കുക. അപ്പോൾ ഇൻ്റർവ്യൂവിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. നിങ്ങൾ ഈ ഫെലോഷിപ്പ് പ്രോഗ്രാം ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ എന്ത് ലക്ഷ്യം വെക്കുന്നു, ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. അല്ലെങ്കിൽ ഈ ഫെലോഷിപ്പ് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് ആഗ്രഹം. അപ്പോൾ നമുക്ക് ഏകദേശം ചെറിയൊരു ധാരണകളുണ്ടാവും, ആഗ്രഹങ്ങളുണ്ടാവും. ഈ ആഗ്രഹങ്ങളെ നമ്മൾ പറഞ്ഞു പോവുകയായിരിക്കും ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ്റർവ്യൂ ഉണ്ട്. ഇൻ്റർവ്യൂവിന് ശേഷം നമ്മളെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ സിറ്റിയിൽ അവിടെ ഏറ്റവും നീഡിയായ ഒരു ജനങ്ങളുടെ കൂടെ ആയിരിക്കും പ്ലേസ് ചെയ്യുന്നുണ്ടാവും. അവിടെ ചിലപ്പോൾ എഡ്യൂക്കേഷൻ ആയിരിക്കാം, സിറ്റികളിൽ ചിലപ്പോൾ വാട്ടർ സാനിറ്റേഷനോ അത്തരം കാര്യങ്ങളായിരിക്കും ആവശ്യം ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ആവശ്യത്തിലേക്ക് നമ്മൾ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ്റെ കൂടെ, അപ്പോൾ എനിക്ക് പ്ലേസ്മെൻറ്റ് കിട്ടിയത് ഗുജറാത്തിലെ, നിങ്ങളൊന്നും കേട്ടിട്ട് തന്നെ ഉണ്ടാവില്ലാത്ത ഒരു ജില്ലയിലാണ്, ബറൂച്ച് എന്ന് പറയുന്ന ഒരു ജില്ലയുണ്ട്. അവിടെ ഗുജറാത്തിൽ പൊതുവിൽ കേൾക്കാത്തില്ലാത്ത സ്ഥലമാണ്. അവിടെ ഉള്ള സാധാരണക്കാരായ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസം നന്നാക്കുന്നതിലേക്കാണ് എനിക്ക് പ്രൊജക്റ്റ് കിട്ടിയത്. അപ്പോൾ ഞാൻ പ്രൊജക്റ്റ് ഉണ്ടാക്കിയതും ഞാൻ വർക്ക് ചെയ്തതും 10 മാസം വർക്ക് ചെയ്തതും അവിടെയാണ്. അപ്പോൾ അത്തരത്തിൽ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലായിട്ട്, ഏത് സംസ്ഥാനമാവും, കേരളം ഉൾപ്പെടെ, കേരളത്തിൽ കുറവാണ് ഈ ഇത്തരം ഫെലോഷിപ്പ് പ്രോഗ്രാമുകൾ നടക്കാറുള്ളത്. തമിഴ്നാട്, കർണാടക ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും എന്ത് ചെയ്യുന്നുണ്ടാവും, പോകുന്നുണ്ടാവും. അവർ അവിടെ പലതരത്തിലുള്ള വർക്കുകൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ വർക്കുകൾ ചെയ്യാനുള്ള ഓർഗനൈസേഷനുമായിട്ട് നമ്മൾ മാച്ച് ആവാന്നുള്ളതാണ്. അപ്പോൾ ഓർഗനൈസേഷൻ്റെ കൂടെ ഒരു ഇൻ്റർവ്യൂ നമ്മൾ നടക്കും. ആ ഒരു നാട്ടിലേക്ക് നമ്മൾ ഫിറ്റ് ആണോ എന്നത് നോക്കും. ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഗുജറാത്തിലാണ് പോയത്. അപ്പോൾ ചില പ്രോഗ്രാമുകൾക്ക്, ചില ഫെലോഷിപ്പുകൾക്ക് ആ നാട്ടിലെ താഴേക്കിടലുള്ള ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് അവിടുത്തെ ഭാഷ അറിയണമായിരിക്കും. പൊതുവിൽ ഹിന്ദി ചിലപ്പോൾ കുറേ സ്ഥലങ്ങളിൽ മതിയാവും. ഗുജറാത്തി പഠിക്കും. അപ്പോൾ ഞാൻ ഗുജറാത്തി, ആ ഒരു ഫെലോഷിപ്പിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഗുജറാത്തി പ്രത്യേകം തന്നെ പഠിച്ചെടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു ലാംഗ്വേജ് പഠിക്കേണ്ടി വരാം, അല്ലെങ്കിൽ ലാംഗ്വേജിന് പഠിക്കാൻ റെഡിയാണോ എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഹിന്ദി മതിയാവും. ചിലപ്പോൾ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലേക്കാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഭാഷ വേണ്ടി വരും. തമിഴ്നാടും കർണാടകയിലേക്ക് ആകുമ്പോൾ പലപ്പോഴും ചില ഫെലോഷിപ്പിൽ കന്നഡ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ തമിഴ് അറിഞ്ഞിരിക്കണം എന്ന് ആവശ്യപ്പെടാറുണ്ട്. സംസാരിക്കാൻ അറിഞ്ഞാൽ മതിയാവും, ചിലപ്പോൾ എഴുതാൻ അറിയണം എന്നില്ല. അതേസമയത്ത് പോളിസി പോലത്തെ പ്രോഗ്രാമുകളിലേക്കാണെങ്കിൽ ചിലപ്പോൾ എഴുതാനും അറിഞ്ഞിരിക്കണം, കാരണം അവിടെ വർക്ക് കൂടുതൽ അത്തരത്തിലായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഇതാണ് ഫെലോഷിപ്പ് പ്രോഗ്രാമിലെ AIF ഫെലോഷിപ്പിൻ്റെ ഒരു AIF ബനിയൻ ഇമ്പാക്റ്റ് ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഫെലോഷിപ്പ്. ഇതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അറൗണ്ട് 50,000 പെർ മന്ത്, നമുക്ക് 50,000 രൂപ ഈ ഒരു 10 മാസവും നമുക്ക് പെർ മന്ത് ലഭിക്കും. പ്ലസ് നമ്മളുടെ എല്ലാ എക്സ്പെൻസും അവർ കവർ ചെയ്യുന്നുണ്ടാവും. നമുക്ക് വരുന്ന പിന്നെ യാത്രാ ചിലവ്, നമുക്ക് ഒരുപാട് ട്രാവലിംഗ് വരുന്നുണ്ടാവും. ഇതുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാനുണ്ടാവും, പല ലേണിംഗ് ജേണീസ് എന്നുള്ള രൂപത്തിലുണ്ടാവും. ഇതിൻ്റെ എല്ലാ എക്സ്പെൻസ് ആര് കവർ ചെയ്യുന്നുണ്ടാവും? ഈ ഓർഗനൈസേഷൻ. ഇന്റേൺഷിപ്പിൽ കിട്ടാത്തൊരവസരമാണത്. ഇന്റേൺഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനിക്ക് നമ്മൾ വർക്ക് ചെയ്ത് പോകുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് വരിക. ഫെലോഷിപ്പ് എന്ന് പറയുന്നത് ഫെല്ലോസ് ആയി വരുന്ന ആളുകൾ ഡെവലപ്മെൻ്റ് ആയിരിക്കും അവർ ലക്ഷ്യം വെക്കുക. ഒരു വർക്ക് നടക്കുന്നുണ്ടാവും, പക്ഷെ അതിൻ്റെ ഫോക്കസ് എവിടെയായിരിക്കും?
ഫെലോസിൻ്റെ ഡെവലപ്മെൻറ്റ്. അതാണ് ഇൻറ്റേൺഷിപ്പും ഫെലോഷിപ്പും തമ്മിലുള്ള വലിയൊരു വ്യത്യാസത്തിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പരിചയപ്പെടുത്തത് AIF-ൻ്റെ ബനിയൻ ഇമ്പാക്ട് ഫെലോഷിപ്പാണ്. ഇതേ മോഡലിൽ തന്നെ ഇത് 10 മാസത്തെ പ്രോഗ്രാമാണ്. 2 വർഷം വരെയുള്ള ഫെലോഷിപ്പ് പ്രോഗ്രാമുകളുണ്ട്. ഗാന്ധി ഫെലോഷിപ്പ് എന്ന് പറയും. അത് ഏകദേശം 28 വയസ്സ് 30 വയസ്സിന് താഴെയാണ് അതിൻ്റെ സെലക്ഷൻ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ 28 വയസ്സ് കഴിഞ്ഞാൽ അതിന് സെലക്ഷൻ കിട്ടില്ല. അപ്പോൾ 28 വയസ്സ് വരെയുള്ള ഡിഗ്രി പഠിച്ച ആളുകൾക്കാണ് ഈ ഫെലോഷിപ്പ് കിട്ടുന്നത്. 2 വർഷക്കാലമാണുള്ളത്. 14,000 രൂപയാണ് അവിടുത്തെ സ്റ്റേയ്പെൻ്റ് ഉള്ളൂ. വളരെ കുറഞ്ഞ സ്റ്റേയ്പെൻ്റാണ്. പക്ഷേ 2 വർഷത്തെ അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ സോഷ്യൽ ഓൺട്രപ്രണർ, ഇത് കഴിഞ്ഞിറങ്ങുന്ന പല ആളുകളും അവരുടെ സ്വന്തം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അത് സോഷ്യൽ സെക്ടറിലായിരിക്കും. സോഷ്യൽ സെക്ടറിലെ ബിസിനസ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ഒരു സോഷ്യൽ സെക്ടറിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അതിലൊരു ബിസിനസ് തുടങ്ങുന്ന ആളായിരിക്കും. അഗെയിൻ മണി ഉണ്ടാക്കുന്നുണ്ടാവും. ഒപ്പം തന്നെ ഞാൻ സമൂഹത്തിനൊന്ന് കൊടുക്കുന്നുണ്ട്, എന്തോ ഒരു കോൺട്രിബ്യൂഷൻ നൽകുന്നുണ്ടെന്നുള്ള വലിയൊരു ഹാപ്പിനെസ് കൂടി അതിൻ്റെ ഭാഗമായിട്ട് വരുന്നു. അതാണ് ഈ ഫെലോഷിപ്പ് പ്രോഗ്രാമിലെല്ലാം പ്രത്യേകത. അപ്പോൾ 2 വർഷത്തെ ഗാന്ധി ഫെലോഷിപ്പ് എന്ന് പറയുന്നത് പിറാമൽ ഫൗണ്ടേഷൻ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഓർഗനൈസേഷനാണ് നടത്തുന്നത്. അപ്പോൾ ഈ ഓർഗനൈസേഷൻ നടത്തുന്ന ഈ ഫെലോഷിപ്പ് പ്രോഗ്രാമിൽ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങളെ ഒരു അവർ ശരിക്കും പറഞ്ഞാൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയല്ല നോക്കുന്നത്, ജസ്റ്റ് ഡിഗ്രി പാസ് ഔട്ട് ആവുന്ന ആളുകളെയാണ് അവർ നോക്കുന്നത്. കാരണം ആ ഒരു കുട്ടികളിലെ ലീഡർഷിപ്പിൽ നന്നായി പണിയെടുക്കുക. അവർ ആ ഒരു കുട്ടികൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സ്കൂളിൽ കുറച്ചും കൂടി എഡ്യൂക്കേഷൻ ബേസ്ഡാണ്. അവർ ഫുള്ളായിട്ട് ഏകദേശം എഡ്യൂക്കേഷൻ ബേസ്ഡാണ്. സ്കൂളിലെ പ്രിൻസിപ്പളോട് കൂടി ആയിരിക്കും വർക്ക് ചെയ്യുക. ഗവൺമെൻറ് സ്കൂളിൽ പ്രിൻസിപ്പളിനോട് കൂടി ചില 5 സ്കൂൾ വരെ ഒരു ഫെല്ലോ വർക്ക് ചെയ്യുന്നുണ്ടാവും. 5 സ്കൂളിലെ പ്രിൻസിപ്പളെ സ്ഥിരമായി കാണുന്നു, അവരോട് ഡിസ്കസ് ചെയ്യുന്നു, സ്കൂളിനെ പറ്റി പഠിക്കുന്നു. ആ 5 സ്കൂളിനെയും ഈ 2 വർഷം കൊണ്ട് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാന്നുള്ളതായിരിക്കും ആ ഫെല്ലോൻ്റെ ഡ്യൂട്ടി വരിക. അപ്പോൾ ആ ഫെല്ലോ പ്രിൻസിപ്പളിൻ്റെ കൂടെ ഇരിക്കുന്ന ആ ഫെല്ലോസിന് വേണ്ട നിർദ്ദേശങ്ങൾ ഓർഗനൈസേഷൻ കൊടുക്കും, ഫെല്ലോസിന് വേണ്ട ട്രെയിനിങ്ങുകൾ ഓർഗനൈസേഷൻ കൊടുക്കും. ആ ഫെല്ലോ ചെന്നിട്ട് ആ സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. അവിടെ പ്രിൻസിപ്പളിനെ കൊണ്ട് കുറേ പ്രോഗ്രാമുകൾ കൊണ്ടുവരുന്നു. സ്കൂളിലെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ലെവലിനെ ചേഞ്ച് വരുത്തുന്നു. പ്രിൻസിപ്പളിൻ്റെ ലീഡർഷിപ്പിൽ ചേഞ്ച് വരുത്തുന്നു. പ്രിൻസിപ്പളിന് ഇത്തരം കാര്യങ്ങൾ കിട്ടുന്ന വഴി പ്രിൻസിപ്പളിൻ്റെ ഒരു ബെറ്റർ ലീഡറായിട്ട് മാറുകയും ചെയ്യുന്നു. ഈ ലീഡർഷിപ്പ് എല്ലാം ആരിലും കിട്ടും, ഫെല്ലോയിലും കിട്ടും. കാരണം ഫെല്ലോ ഇതിലൂടെയാണല്ലോ പോകുന്നത്. ഫെല്ലോയിൽ ഈ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് എല്ലാം കിട്ടും. അതേ സമയത്ത് അതിനോടൊപ്പം തന്നെ ഇത് ഏകദേശം ഗാന്ധി ഫെലോഷിപ്പിനെ പറയുമ്പോൾ 11 മണിക്കൂർ ലേണിംഗ് ടൈം ഉണ്ടാവണം എന്നാണ് പറയാറുള്ളത്. 11 to 14 മണിക്കൂർ ഒരു ദിവസം ലേണിംഗ് ടൈം എന്ന് പറഞ്ഞാൽ പുസ്തകം വായിക്കല്ല. ഇവർ പോയി പ്രിൻസിപ്പളോട് സംസാരിക്കുന്ന ഒരു ലേണിംഗ് ആണ്, ക്ലാസ് റൂം വിസിറ്റ് ചെയ്യുന്ന ഒരു ലേണിംഗ് ആണ്, സ്കൂളിൽ പോകുന്ന ഒരു ലേണിംഗ് ആണ്. കുറച്ച് പഠിക്കാനോ കുറച്ച് ഓൺലൈനായിട്ടും അല്ലാതെയും എന്ത് ചെയ്യാനുണ്ടാവും, അവർക്ക് വർക്കൗട്ട് ചെയ്യാനുണ്ടാവും. ആ വർക്കൗട്ടുകളൊക്കെ എന്തായിരിക്കും, ലേണിംഗ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ലേണിംഗ് പ്രോസസ്സ് ഇത്രയും നടക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് പിന്നീട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പിലേക്ക് വരാൻ പറ്റുന്നു. മറ്റൊരു പ്രത്യേകത ഫെലോഷിപ്പുകളുടെ ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു കേട്ടോ, AIF-ൻ്റെ ആവട്ടെ ഗാന്ധി ഫെലോഷിപ്പാവട്ടെ മറ്റ് ഫെലോഷിപ്പുകളുടെയും ഒരു പ്രത്യേകത ഇവർക്ക് നല്ലൊരു പ്ലേസ്മെൻ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. ഈ 2 വർഷം ഇങ്ങനെ പിന്നെ കൃത്യമായി ട്രെയിനിങ് കിട്ടിയ ആളുകളെ ഏറ്റെടുക്കാൻ ഒരുപാട് NGOs ഉണ്ടാവും, വലിയ നോൺ പ്രോഫിറ്റ് കമ്പനികൾ ഇതിന് റെഡി ആയിരിക്കും. അപ്പോൾ പ്ലേസ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ടാവും, കൃത്യമായിട്ട് കിട്ടുന്നുണ്ടാവും. ഈ 2 വർഷം പഠിച്ചു കഴിഞ്ഞ ആളുകൾക്ക് പ്ലേസ്മെൻറ്റ് സാധ്യതകൾ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഗാന്ധി ഫെലോഷിപ്പാണ് ഞാൻ പറഞ്ഞത്. അതേ സമയത്ത് അതിൻ്റെ കൂടെ തന്നെ ഭൂമി ഫെലോഷിപ്പ് എന്ന് പറയുന്നത് അത് സൗത്ത് ഇന്ത്യ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഗാന്ധി ഫെലോഷിപ്പിൽ കൂടുതൽ വരുന്നവരെ സെൻറ്റർ തന്നെ രാജസ്ഥാനിലാണ്. അതുകൊണ്ട് തന്നെ അവർ വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലായിടത്തും വർക്ക് ചെയ്യുന്നുണ്ട്. ഈവൻ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം വരെ വയനാട് ഒരു 4 വർഷത്തോളം അവർക്ക് ഫെലോസ് ഉണ്ടായിരുന്നു. വയനാട് ജില്ലയിൽ മാത്രം, വയനാട് ജില്ലയിൽ പിന്നെ ആദിവാസികൾ ജീവിക്കുന്നതായ കുറച്ച് ഏരിയാസ് ഉണ്ട്, അവിടെ ഇവരുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിലെ ഏകദേശം ഇന്ത്യയിലെ ഏകദേശം ഒരു 24ഓളം സ്റ്റേറ്റ്, 23-24 സ്റ്റേറ്റുകളോളം ഗാന്ധി ഫെലോസ് വർക്ക് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും കൂടുതലും നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലാണ് അവരുടെ വർക്ക് ഏരിയ വരുന്നത്. കൂടുതൽ രാജസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ ഫെലോസ് വർക്ക് ചെയ്യുന്നത്. മുംബൈ, രാജസ്ഥാൻ ഏരിയകളിലാണ് വർക്ക് ചെയ്യുന്നത്. ഭൂമി ഫെലോഷിപ്പ് തമിഴ്നാടും കർണാടകയിലൊക്കെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് നൽകുന്നതാണ് ഭൂമി ഫെലോഷിപ്പ്. എഗെയിൻ ഇതും ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാം തന്നെയാണ്. സ്കൂളും കുട്ടികളുടെ പഠനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കുറച്ചുകൂടി വർക്ക് ചെയ്യുന്നത്. എഗെയിൻ ഇതിൻ്റെയും ഒരു യോഗ്യത എന്ന് പറയുന്നത് 22 വയസ്സ് മുതൽ ഏകദേശം ഒരു 35 വയസ്സ് വരെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ടൈം വരുന്നത് ഭൂമി ഫെലോഷിപ്പിന് വരുന്നത്. സെയിം പ്രോസസ്സാണ്. ആപ്ലിക്കേഷൻ ഏകദേശം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നു. ആ ഫോം ഫില്ല് ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു 4-5 essay ആൻസർ ചെയ്യുന്നുണ്ടാവും. പിന്നെ ഇൻ്റർവ്യൂസ് ഉണ്ടാവും. ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ AIF-നാണ് മാച്ച് മേക്കിംഗ് എന്നുള്ള രൂപത്തിൽ ഒരു ഇൻ്റർവ്യൂ കൂടി എക്സ്ട്രാ വരുന്നത്. ഇവിടെ ആ ഒരു ഇൻ്റർവ്യൂയോട് കൂടിയിട്ട് തന്നെ
ഫെല്ലോ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുമോ ഇല്ലേ എന്നത് തീരുമാനമാവും. ഓക്കെ, ഇപ്പോൾ ഗാന്ധി ഫെലോഷിപ്പ് പറഞ്ഞു, ഭൂമി ഫെലോഷിപ്പ് പറഞ്ഞു, AIF ഫെലോഷിപ്പ്, ലാംബ് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞ ഫെലോഷിപ്പ് ഉണ്ട്. ഡിഗ്രി കഴിഞ്ഞവർക്കാണ് ലാംബ് ഫെലോഷിപ്പ്. ഇത് ശരിക്കും നമുക്ക് പാർലമെന്റിൽ MP മാരുണ്ട് അല്ലേ, മെമ്പർ ഓഫ് പാർലമെന്റ്. അപ്പോൾ MP മാരുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള അവസരമാണ് ലാംബ് ഫെലോഷിപ്പിൽ വരിക. MP മാർക്ക് വേണ്ട ഒരുപാട് കുറച്ചും കൂടി ഈ പോളിസിയൊക്കെ പഠിക്കണം, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ പഠിച്ച ആളുകൾക്ക് കുറേ കൂടി ഉപകാരപ്പെടുന്ന ഒരു ഫെലോഷിപ്പാണ് ഈ ലാംബ് ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയും സെലക്ഷൻ അഗെയിൻ ഏത് ഡിഗ്രി പഠിച്ച ആൾക്കും എന്ത് ചെയ്യാം, ഈ ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെയും അഗെയിൻ പ്രോസസ്സ് ഏകദേശം സെയിം ആണ്. ഇതിൻ്റെ ജോലി കിട്ടുന്നത് ആളുകൾക്ക് MP കൂടെ ഉണ്ടാവുക, MP ഓഫീസിലാണ് അവർ വർക്ക് ചെയ്യുക. MP വേണ്ട പാർലമെൻറ്റിലേക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് അത് ഡ്രാഫ്റ്റ് ചെയ്യുന്ന വർക്കുകളായിരിക്കും, അതിൻ്റെ ആൻസേഴ്സ് ഡ്രാഫ്റ്റ് ചെയ്യുന്നുണ്ടാവും പലപ്പോഴും. അപ്പോൾ ഓരോ MP ഇതുപോലെ ഫെല്ലോസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ഫെലോഷിപ്പ് പ്രോഗ്രാമാണ് ലാംബ് ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ പേയ്മെൻറ്റ് ഏകദേശം അറൗണ്ട് 20,000 to 25,000 ഒക്കെയാണ് വരുന്നത്. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. വലിയ MP മാരുമായിട്ടുള്ള നെറ്റ്വർക്ക് ഉണ്ടാവുന്നു, കാരണം അവർ കൂടെ സ്ഥിരമായി വർക്ക് ചെയ്യുകയാണല്ലോ. വലിയൊരു നെറ്റ്വർക്കിങ്ങിന് നമുക്ക് ഈ ലാംബ് ഫെലോഷിപ്പ് ഹെൽപ്ഫുൾ ആയിരിക്കും. SBI യൂത്ത് ഫോർ ഇന്ത്യ ഫെലോഷിപ്പ് SBI നടത്തുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ഒരു ഫെലോഷിപ്പാണ്. ഇത് ഗ്രാമീണ മേഖലയിൽ വികസനം കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ ഒരു ഗ്രാമീണ മേഖല തിരഞ്ഞെടുത്ത് നമുക്കൊരു ഏരിയ തിരഞ്ഞെടുത്ത് കിട്ടുകയാണ് ഫെലോഷിപ്പിൽ സംഭവിക്കുക. ഇത് ഇവിടെ നടക്കുന്ന വർക്കാട്ടോ ഞാൻ പറയുന്നുള്ളൂ. പ്രോസസ്സും അതിൻ്റെ യോഗ്യതകളൊക്കെ ഏകദേശം സെയിം ആണ്. എമൗണ്ട് അറൗണ്ട് 20,000 to 30,000 ഉള്ളിലാണ് ഈ ഫെലോഷിപ്പിന് കിട്ടുന്നത്. അപ്പോൾ നമുക്കൊരു ഏരിയ കിട്ടി, ഇവിടെയുള്ള പ്രധാന പ്രശ്നങ്ങളെ പഠിച്ച് നമ്മളൊരു പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യുന്നു. ആ പ്രപ്പോസലിന് വേണ്ട സാമ്പത്തിക സഹായവും കൂടി എവിടെ നിന്ന് കിട്ടുന്നുണ്ടാവും. നമുക്ക് പേഴ്സണലി കിട്ടുന്നതാണ് ഞാൻ പറഞ്ഞ 20,000 to 30,000 ഒരു എമൗണ്ട്. അതിന് ചിലപ്പോൾ പലപ്പോഴും സാമ്പത്തിക സഹായം കൂടി കിട്ടിയിട്ട് നമുക്ക് അവിടെ ഒരു പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അതാണ് ഒരു ഡിഗ്രി പഠിച്ച ആളെ വിശ്വസിച്ചിട്ട് എന്ത് ചെയ്യാണ്, ഒരു നാട്ടിന് വേണ്ട ഒരു പ്രൊജക്റ്റ്, ഒരു കുടിവെള്ളം എത്തിക്കലായിരിക്കാം ചിലപ്പോൾ, ആ കുടിവെള്ളം എത്തിക്കാനുള്ള പ്രൊജക്റ്റ് ഏറ്റെടുത്തൊരു ഫെല്ലോ കൊണ്ടുവരുന്നു, അതെന്ത് ചെയ്യുന്നു, നടപ്പാക്കുന്നു എന്നുള്ളതാണ് ഈ ഫെലോഷിപ്പ് പ്രോഗ്രാം പറ്റുക. അപ്പം ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ ഫെലോഷിപ്പ് പ്രോഗ്രാമുകൾ എന്തിലേക്കാണ് തയ്യാറാക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടോ പലപ്പോഴും. അപ്പോൾ അതാണുള്ളത്. മറ്റൊന്ന് ടീച്ച് ഫോർ ഇന്ത്യ ആണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫെലോസിനെ സെലക്ട് ചെയ്യുന്ന ഒരു ടീമിൽപ്പെട്ടതാണ് ടീച്ച് ഫോർ ഇന്ത്യ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ ഫെലോഷിപ്പുകൾക്ക് ഒരു പ്രത്യേകത, ചിലപ്പോൾ ആളുകളെ കുറവായിരിക്കും എടുക്കുന്നുണ്ട്. അപ്പോൾ AIF കാര്യം പറഞ്ഞു, 5 പേരെയൊക്കെ സെലക്ട് ചെയ്യുള്ളൂ ഇന്ത്യയിൽ ഒരു വർഷം. 5 പേരെ സെലക്ട് ചെയ്യുക, ഏകദേശം ഒരു 1000 പേരോളം പിന്നെ US ആൻഡ് ഇന്ത്യനായിട്ട് അവർ അപേക്ഷിക്കുന്ന ആളുകൾ ഉണ്ടാവും ഒരു വർഷം. ഫുൾ അപേക്ഷ പൂർത്തീകരിക്കുന്ന ആളുകളുണ്ടാവും. അതിൽ നിന്ന് 5 പേരെയൊക്കെയാണ് മൊത്തം 20 പേരെ അല്ലെങ്കിൽ 25 പേരെ സെലക്ട് ചെയ്യുക. ചിലപ്പോൾ 5 പേരെ ഇന്ത്യക്കാരായ ആളുകളെ സെലക്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ. ഗാന്ധി ഫെലോഷിപ്പും കുറച്ചധികം ആളുകളെ സെലക്ട് ചെയ്യുന്നതാണ്. ഏകദേശം ഒരു 100-ലധികം ഫെലോസിനെ ചിലപ്പോൾ സെലക്ട് ചെയ്യാം. ടീച്ച് ഫോർ ഇന്ത്യയും അത്തരത്തിൽ ലാർജർ നമ്പർ ഓഫ് ഫെലോസിനെ സെലക്ട് ചെയ്യുന്നതാണ്. ടീച്ച് ഫോർ ഇന്ത്യ പേര് പറയുന്ന പോലെ ടീച്ച് ചെയ്യാന്നുള്ളതാണ്. 2 വർഷത്തെ പ്രോഗ്രാമാണ്. സ്കൂളുകളിൽ ഡയറക്റ്റ് പോയി ടീച്ചറായിട്ട് വർക്ക് ചെയ്യാനാണ് വിടുക. അപ്പോൾ ടീച്ചറാവാൻ എല്ലാവർക്കും, ഡിഗ്രി പഠിച്ച എല്ലാവർക്കും ടീച്ചറാവാൻ കഴിയില്ല. ടീച്ചിങ്ങിന് പാഷനേറ്റ് ആണെങ്കിൽ അവരെന്ത് ചെയ്യുന്നുണ്ടാവും, ടീച്ചിങ്ങിൻ്റെതായ ഒരു 3 മാസത്തോളമുള്ള ട്രെയിനിങ് ആദ്യം നമുക്ക് നൽകും. ആ 3 മാസം അല്ലെങ്കിൽ 2 മാസം ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ സ്കൂളുകളിൽ പ്ലേസ് ചെയ്യും. ആ സ്കൂളുകളിൽ നമ്മൾ നോർമൽ മറ്റ് ടീച്ചേഴ്സ് വരുന്ന പോലെ ക്ലാസ് എടുക്കുന്നു, പോകുന്നു. പക്ഷേ നമ്മൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായി നിർദ്ദേശങ്ങൾ കിട്ടുന്നുണ്ട്. ആ ടീച്ചിങ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്, ഏറ്റവും അടിപൊളിയാക്കാനുള്ള കുറേ ഇൻസ്ട്രക്ഷൻസും ഗൈഡൻസും ട്രെയിനിങ്ങും നമുക്ക് സ്ഥിരമായി കിട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളൊരു എക്സ്ട്രാ ഓർഡിനറി ടീച്ചറായിരിക്കും. അപ്പോൾ ടീച്ചർ എന്ന രൂപത്തിൽ നമുക്ക് ഭാവി കണ്ടെത്താനുണ്ടെങ്കിൽ എപ്പോഴും നന്നാവുന്നൊരു ഫെലോഷിപ്പാണ് ടീച്ച് ഫോർ ഇന്ത്യ ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് 2 വർഷത്തെ പ്രോസസ്സാണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ, ഓൺലൈൻ ടെസ്റ്റാണ് ഇവരുടെ എല്ലാം കേട്ടോ. ഇവിടെ ഒരു ഓൺലൈൻ ടെസ്റ്റ് കൂടി നടക്കുന്നുണ്ട് ടീച്ച് ഫോർ ഇന്ത്യയിൽ. കാരണം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കൂടി അതിൽ ഉൾപ്പെടുന്നുണ്ടാവും. നിങ്ങൾ ടീച്ചിങ്ങിന് റെഡിയാണ് എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ഇതിൽ വരുന്നുണ്ടാവുക. ഓക്കെ, മറ്റൊന്ന് ഞാൻ ഒരു ഫെലോഷിപ്പ് കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കും. CM ഫെലോഷിപ്പ്സ് ആണ്. ചീഫ് മിനിസ്റ്റേഴ്സ് ഫെലോഷിപ്പാണ്. പല സംസ്ഥാനങ്ങളും ചീഫ് മിനിസ്റ്റേഴ്സ് ഫെലോഷിപ്പുകൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഡൽഹിയിൽ ചീഫ് മിനിസ്റ്റേഴ്സ് ഫെലോഷിപ്പ് മുമ്പുണ്ടായിരുന്നു, ഇപ്പോൾ നടക്കുന്നില്ല. ഏകദേശം ഒരു 75,000 വരെയൊക്കെ അവരുടെ എന്ത് വരുന്നുണ്ടാവും, പേയ്മെൻറ്റ് വരുന്നുണ്ടാവും. 75,000ഓളം പേയ്മെൻറ്റ് തന്നിട്ട് ചീഫ് മിനിസ്റ്ററിൻ്റെ ഓഫീസിലായിരിക്കും അവർ വർക്ക് ചെയ്യുക. ചീഫ് മിനിസ്റ്ററിൻ്റെ നാട്ടിൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ, അത്തരം കാര്യങ്ങളിൽ വർക്ക് ചെയ്യുക, അത്തരം കാര്യങ്ങൾ പോളിസി രൂപീകരിക്കുക, ഇതൊക്കെ തന്നെയായിരിക്കും ചീഫ് മിനിസ്റ്റേഴ്സ് ഫെലോഷിപ്പിൽ നടക്കുന്ന ഒരു പ്രോഗ്രാം. തെലുങ്കാന സംസ്ഥാനത്തിലെ വർഷങ്ങളായിട്ട് ഒരു 10 വർഷത്തിലധികമായിട്ട് ഇപ്പോൾ ചീഫ് മിനിസ്റ്റേഴ്സ് ഫെലോഷിപ്പ് നല്ല വൃത്തിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ തെലുങ്കാന അതിലൊന്നാണ്. തമിഴ്നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ സജീവമായിട്ട് ചീഫ് മിനിസ്റ്റേഴ്സ് ഫെലോഷിപ്പ്
നടക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് ചീഫ് മിനിസ്റ്റേഴ്സ് ഫെലോഷിപ്പായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. നോർമലി 1 to 2 years തന്നെയാണ് ചീഫ് മിനിസ്റ്റർ, അത് ഓരോ സംസ്ഥാനങ്ങൾക്ക് വ്യത്യാസമുണ്ട് ചീഫ് മിനിസ്റ്റേഴ്സ് ഫെലോഷിപ്പ് നടക്കുന്നത്. ചീഫ് മിനിസ്റ്റേഴ്സ് ഫെലോഷിപ്പിൽ നേരത്തെ പറഞ്ഞ തെലങ്കാനക്കൊക്കെ നമ്മളൊരു 2-3 വർഷത്തെ എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നുണ്ട്. ആ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് അവരെന്ത് ചെയ്യുന്നത് ചീഫ് മിനിസ്റ്റേഴ്സ് ഫെലോഷിപ്പിന് തിരഞ്ഞെടുക്കുന്നത് കേട്ടോ. പറഞ്ഞു വെച്ച ഫെലോഷിപ്പുകൾ ഇത്രയാണ്. കൂടുതൽ ഫെലോഷിപ്പ് പ്രോഗ്രാമുകളും ഞാൻ ഈ പറഞ്ഞ മാതൃകയിലുള്ള ഫെലോഷിപ്പുകളെല്ലാം 1 year അല്ലെങ്കിൽ 10 മാസം 13 മാസം. SBA ഫെലോഷിപ്പ് 13 മാസമാണ്, 13 months എന്നുള്ളതാണ്. 2 years ആണ് അതിൻ്റെ മാക്സിമം ഒരു ടൈം വരുന്നത്. ഓക്കെ, ഫെലോഷിപ്പ് പ്രോഗ്രാം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സോഷ്യൽ സെക്ടറിലൊക്കെ ജോലി ചെയ്യാൻ സർവീസ് മൈൻഡഡ് ആയിട്ടുള്ള ആളുകളെ ആഗ്രഹിച്ചുകൊണ്ട് അവരെ ക്രിയേറ്റ് ചെയ്യുക, അവരെ സമർപ്പിക്കുക നാടിന് എന്ന അർത്ഥത്തിലുള്ളതാണ്. കൂടുതലും അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് വരുന്ന സോഷ്യൽ ഓൺടർപ്രണേഴ്സ് ആയിരിക്കാം, അതല്ലെങ്കിൽ വലിയ NGOs പോലെ നോൺ പ്രോഫിറ്റ് കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യാൻ, CSR ഗ്രൂപ്പുകൾ കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയാണ് പ്രധാനമായിട്ടുണ്ടാവുക. ഇതിൽ കിട്ടുന്ന കുറേ സ്കില്ലുകൾ പ്രധാനമായിട്ടും കൃത്യമായി പ്രൊപ്പോസൽസ് പ്രിപ്പയർ ചെയ്യാൻ ഉള്ള ഒരു കഴിവ്, പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ, അതുപോലെ കൃത്യമായൊരു ലേണിംഗ് കൾച്ചർ ഉണ്ടാക്കിയെടുക്കാനൊക്കെ ഫെലോഷിപ്പ് പ്രോഗ്രാം നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഹലോ സാർ, ഈ ഫെലോഷിപ്പൊക്കെ ഓപ്പൺ ആവുന്ന ടൈമും ഡേറ്റും അങ്ങനെ കൃത്യമായിട്ട് അറിയാനുള്ള മാർഗങ്ങൾ നമുക്ക് എല്ലാം കൃത്യമായിട്ട് അറിയണമല്ലോ. ഇതിനെല്ലാത്തിനും ടൈം വ്യത്യാസമുണ്ട്. കൂടുതലായിട്ടും നടക്കാറുള്ളത് ഈ ഒരു 6 മാസത്തിൻ്റെ ടൈമിലാണ്. കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് മുതലുള്ള നെക്സ്റ്റ് 6 monthsലേക്കാണ് ഈ ഫെലോഷിപ്പ് പ്രോഗ്രാമിലെല്ലാം നടക്കാറ്. എല്ലാത്തിനും വേറെ വേറെ ടൈമാണ്, കാരണം ഈ പ്രോഗ്രാമിലെല്ലാം ഡിഫറെൻ്റ് ആണ്, ഒരു കോഴ്സ് പോലെ അല്ല. അതുകൊണ്ട് തന്നെ പലതും സ്റ്റാർട്ട് ചെയ്യുന്നത് വ്യത്യാസമുണ്ടാകും. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ ടീച്ച് ഫോർ ഇന്ത്യ ഫെലോഷിപ്പിൻ്റേത് ഏകദേശം ടീച്ച് ഫോർ ഇന്ത്യ ഫെലോഷിപ്പാണ് കുറേ നാളുകൾ ഓപ്പൺ ഉള്ളത്. 2-3 ബാച്ചൊക്കെ അവർ ഒരു വർഷത്തിൽ പലപ്പോഴും എടുക്കാറുണ്ട് കുട്ടി ഫെലോസിനെ. AIF-നെ സംബന്ധിച്ചിടത്തോളം ഡിസംബർ ടൈമിലായിരിക്കും അതിൻ്റെ ഫെലോഷിപ്പ് ഓപ്പൺ ആവുന്നുണ്ടാവുക. SBI യൂത്ത് ഫോർ ഇന്ത്യ ഫെലോഷിപ്പിൻ്റേത് ഇപ്പോൾ ഏകദേശം ഓപ്പൺ ആണ്. ലാംബ് ഫെലോഷിപ്പിൻ്റേത് അതാത് സമയത്ത്, അതായത് പിന്നെ പാർലമെൻറ്റുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഫുൾ ടൈം എല്ലാ വർഷവും കൃത്യമായി എടുക്കുന്നതല്ല, അവരൊരു ടൈം നിശ്ചയിച്ചിട്ട് അനൗൺസ് ചെയ്യുക ചെയ്യുന്നത്. പൊതുവിൽ നമ്മൾ ആ സൈറ്റുകളൊക്കെ നമ്മളിത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിസിറ്റ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും വരുന്നത്. ഗാന്ധി ഫെലോഷിപ്പിൻ്റേതും ഇപ്പോൾ ഓപ്പൺ ആയിരിക്കും, അല്ലെങ്കിൽ ഉടനെ ഓപ്പൺ ചെയ്യുന്നുണ്ടോ. ജൂൺ ജൂലൈ ആ ഒരു ടൈമിലാണ് ഗാന്ധി ഫെലോഷിപ്പിൻ്റേത് ഓപ്പൺ ആയി വരും, ഡിഗ്രി കഴിഞ്ഞ ആളുകൾ കേട്ടോ. വെബ്സൈറ്റുകൾ ഈ എസ്പെഷ്യലി CM ഫെലോഷിപ്പുകളുടെ ടൈമും ഇതുപോലെ തന്നെയാണ്. അവർ അതാത് സമയത്ത് വരുന്ന ഗവൺമെൻറ് ഡിസൈഡ് ചെയ്യുകയാണ് പൊതുവിൽ ചെയ്യാറുള്ളത് ഏത് വേണം എന്നുള്ളത്. ഇപ്പോൾ SPIPA gujarat.gov.in ആണ് അതിന് വരുന്നത്. teachforindia.org ആണ്. അതിൽ വെബ്സൈറ്റിൽ കയറിയാലും നമുക്ക് ആ ഡേറ്റും കാര്യങ്ങളും അറിയാൻ പറ്റും. മറ്റൊരു പ്രത്യേകത, ഓപ്പൺ ആകുമ്പോൾ മാത്രമല്ല, അവരൊരു കലണ്ടർ പോലെ പലപ്പോഴും പറയാറുണ്ട്, പക്ഷെ ഓപ്പൺ ആവുന്നത് അഗെയിൻ കൃത്യമായൊരു ടൈമിൽ ഓപ്പൺ ആവുന്നത് കുറവാണ്. ഓക്കെ.